നമ്മുടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം മൊത്തം സ്മോക്ക് ആണ്, നമുക്ക് ആസിഫലിയെ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ പൊന്ന്, നമ്മുടെ പ്രിയപ്പെട്ട മനോജ് കെ ജയൻ, നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളെയൊക്കെ നേരിൽ കാണാനായിട്ട് നമ്മുടെ കാലിക്കറ്റിന്റെ മണ്ണിൽ ഹൈലൈറ്റ് മോളിൽ എത്തിയിരിക്കുകയാണ്. Yes, please put your hands together. And ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചോട്ടെ, അതോ നിങ്ങൾ വിളിക്കോ? ഞാൻ വിളിക്കണോ? നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചേ. സ്റ്റേജിലേക്ക് വരൂ ആസിഫക്ക. നിങ്ങളുടെ സ്വന്തം രേഖാചിത്രം 50 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത പടമാണ്, തിയേറ്ററുകളിൽ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ രേഖാചിത്രം കണ്ടിട്ടുള്ള ആസിഫ് അലിയുടെ മുഴുവൻ ഫാൻസും ഒരു അസാധ്യതയുടെ പോയം എല്ലാവരും ചേർന്നുണ്ട്. കൂടെ തന്നെ ഞാൻ ശ്രീ മനോജ് കെ ജയൻ ഉൾപ്പെടെ എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഓരോരുത്തരും പേര് വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ കാണുന്ന ആൾക്കാർ മുഴുവൻ അക്ഷമരായിട്ട് ഏകദേശം 6 മണി മുതൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. സോ എവരിബഡി, സോ രേഖാചിത്രത്തിന്റെ ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ നമ്മളുടെ കൂടെ ഇന്നത്തെ ദിവസം ജോയിൻ ചെയ്യാണ് ഈ വലിയ സന്തോഷാഘോഷങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഒരു കിടിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി നമുക്ക് തന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്നേഹം സന്തോഷം അറിയിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം ആരാണ് സംസാരിക്കണ്ടേ? ആദ്യം ആർക്കാണ് മൈക്ക് കൊടുക്കണ്ടേ? ഓക്കെ, സംസാരിച്ചോളൂ. നമസ്കാരം കോഴിക്കോട്. ഈ കയ്യടിക്കും ഈ ബഹളത്തിനും വേണ്ടി തന്നെയാണ് കോഴിക്കോട് തന്നെ ആദ്യം ആഘോഷം വേണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. രേഖാചിത്രം റിലീസായ ആദ്യത്തെ ദിവസം മുതൽ എല്ലാ ഷോകളും മിനിമം 80% ഒക്കുപെൻസിയിൽ ഈ കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ എവിടെ ആഘോഷങ്ങൾ ആരംഭിക്കും? ഒരുപാട് സന്തോഷം. രേഖാചിത്രം എന്ന് പറഞ്ഞ ഈ സിനിമ നിങ്ങൾ എല്ലാവരും സ്വീകരിച്ചതിന്, ഇത് ഇത്ര വലിയൊരു വിജയമാക്കി മാറ്റിയതിനും ഞങ്ങൾ എല്ലാവരും നേരിട്ട് വന്ന് കണ്ട് നിങ്ങളോട് നന്ദി പറയണമെന്നും കോഴിക്കോട് നിന്ന് തന്നെ രേഖാചിത്രത്തിന്റെ വിജയ ആഘോഷം വേണമെന്നും ഈ വിജയാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് വയറ് നിറയെ ഇവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുതൽ കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. പ്രത്യേകിച്ച് തിയേറ്ററുകളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തിയേറ്റർ വിസിറ്റ്സിനുണ്ടാവും. അപ്പൊ ഇനി സിനിമ കാണാൻ ബാക്കിയുള്ളവരെല്ലാവരും തിയേറ്റേഴ്സിൽ വരിക. തിയേറ്റേഴ്സിൽ നേരിട്ട് കാണാനുള്ള ഒരു അവസരമുണ്ട്.
യെസ്, അപ്പൊ ഒരുപാട് നന്ദി. ഒരുപാട് പേര് സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ എന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം മനോജ് ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി 2 വരി പാടുന്നതായിരിക്കും. കാര്യം ഇതുവരെ നിങ്ങൾ ആരെങ്കിലും മനോജ് ചേട്ടൻ ഒരു സിനിമയുടെ വിജയാഘോഷത്തിന് അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രൊമോഷന് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഈ സിനിമ മനോജ് ചേട്ടൻ അത്രയും പ്രിയപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വക്കച്ചൻ ജൂനിയറും അത്രയും പ്രിയപ്പെട്ടതാണ്. വക്കച്ചന്റെ പെർഫോമൻസ് കൂടിയാണ് ഈ സിനിമ ഏറ്റവും മികച്ച അഭിപ്രായങ്ങളിലേക്ക് എത്തിയത്. അപ്പൊ ഇവിടുന്ന് തന്നെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി മനോജേട്ടനോട് ഞാൻ ഒരു ചതിയാണ് ഈ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനെ പറ്റി സൂചിപ്പിച്ചിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, മനോജേട്ടൻ പാടുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? യെസ്. അപ്പൊ ഇത്രയും തിരക്കുകളുണ്ടായിട്ട് ഇന്നൊരു വെള്ളിയാഴ്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കാണാനും ഈ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതിൽ ഒരുപാട് നന്ദി പറയുന്നു. ആ നന്ദിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് പകരമായി മനോജേട്ടന്റെ പാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോ സംസാരിച്ച് നിർത്തുമ്പോ മറ്റൊരു കാര്യം അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുള്ളത്. മനോജേട്ടൻ സുഖമായിട്ടിരിക്കുന്നു? സുഖമല്ലേ എന്റെ പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാർക്ക്? ഇങ്ങനെ ഒരു അവസരം എന്റെ ലൈഫിൽ, അതിന് ആസിഫ് പറഞ്ഞ വളരെ ശരിയാണ്, അതിന് ദൈവം അനുഗ്രഹിക്കണ്ടേ. അത് ഈ 2025 ആസിഫിന്റെ കൂടെ അഭിനയിച്ച പടം. ഞാന് ഇവിടെ ദുൽഖർ മുതൽ പ്രണവ് മുതൽ പൃഥ്വിരാജ്, നിവിൻ പോളി, ടൊവിനോ എല്ലാവരുടെ കൂടെ അഭിനയിച്ചു. ഷാസിയുടെ കൂടെ ഞാൻ ആദ്യം അഭിനയിക്കുകയാണ്. ആദ്യം അഭിനയിച്ചപ്പോ ബ്ലോക്ക് ബസ്റ്റർ. പിന്നെ പ്രത്യേകത വേണം. അതിന്റെ കാരണക്കാരനായ ആദ്യത്തെ കാരണക്കാരൻ നമ്മുടെ സ്വന്തം മമ്മൂക്ക അല്ലേ, നമ്മുടെ സ്വന്തം മെഗാസ്റ്റാറിന്റെ അനുഗ്രഹമാണ് ഈ സിനിമയുടെ ആദ്യം തുടക്കം. അതിനുശേഷം നമ്മുടെ ജോഫിനോട് നമ്മുടെ കപ്പിത്താൻ, അദ്ദേഹത്തിന്റെ ബ്രില്യന്റ് ആയിട്ടുള്ള നറേഷനാണ്, സ്ക്രിപ്റ്റിനെ മറികടക്കുന്ന നറേഷനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ആസിയുടെ അപാരമായ പെർഫോമൻസ്, അനശ്വര കലക്കി പൊളിച്ചു. ഇതിൽ അഭിനയിച്ച എല്ലാവരും, എന്റെ കാര്യം എനിക്കറിയില്ല, നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാതെ പോകുന്നു അല്ലേ? കുഴപ്പമില്ല, സന്തോഷം. അപ്പൊ എന്താ പറയുന്നത്, നിറഞ്ഞ സന്തോഷം മാത്രം. മാസി പറഞ്ഞ പോലെ കോഴിക്കോട് സാഹോദര്യം, സ്നേഹം, സൽക്കാരം, ആഘോഷം, അതിന് ഇതിന്റെ അപ്പുറത്തൊരു സ്ഥലമില്ല. ഇവിടെ തന്നെ ഞങ്ങളുടെ രേഖാചന്ദ്രന്റെ ഈ ബ്ലോക്ക് ബസ്റ്റർ 50 crores സെലിബ്രേഷൻ നടത്താൻ സാധിച്ചു. ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകന് കൈമാറണോ? പാട്ട് ഞാൻ പാടും. നമ്മുടെ വീടായിട്ടുണ്ട് നമ്മുടെ രൂപ രേവതിയുണ്ട്. രൂപയും കൂടെ വരണം. ആരാ ഉള്ളത്? വരൂ. ഞാൻ പാട്ട് ഇത് സംസാരം കേട്ടോ, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വിളിക്കാം. അല്ല, ഉറപ്പായിട്ട് പാടും. പക്ഷേ ഈ സംസാരം ഇത് ഇമ്പോർട്ടന്റ് ആ. ഇവിടെ ജോഫിന് കൊടുക്കട്ടെ മൈക്ക്. നമ്മുടെ സിനിമയുടെ ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ. എന്റെ അടുത്ത് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മനോജേട്ടന്റെ സ്വപ്നം കാണുക, അടുത്തുള്ള ലൊക്കേഷനിലേക്ക് പോവുക. അതേ മനോജേട്ടന്റെ കൂടെ ഇങ്ങനെ ഈ ഒരു പടത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എന്താ പറയാ, കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ആസിഫിനെ എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ട് ഒപ്പം ഞാനും ഇങ്ങനെ ആകാംക്ഷയോട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ആ ഫീല് മനസ്സിലായി. എന്നിട്ട് അവസാനം വരുന്നു, അതിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ കയ്യടിയും പരിപാടിയും എൻജോയ് ചെയ്യായിരുന്നു. ഏതായാലും ഒരുപാട് സന്തോഷം. ഇവിടെ ഉള്ള എല്ലാ ക്രൂസിനും അതെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട മേഘ തോമസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഒരു കിടിലൻ റോളാണോ ഈ സിനിമയിൽ പുള്ളിക്കാരി ചെയ്തിട്ടുള്ളത്. സോ പടം കണ്ട ആൾക്കാർ ഒരു കൈയടി പോരട്ടെ. തികച്ചും അസാധ്യം എന്ന് പറയാവുന്ന അതുമാതിരിയുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ള സിനിമയിൽ നമുക്ക് പറയേണ്ടി വരും. സംസാരിച്ചോളൂ കോഴിക്കോടുകാരോട്. ഹലോ കോഴിക്കോട്. ഏറ്റവും കോഴിക്കോട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ചോദിച്ചിട്ട് ഇടിക്കരുത്. അന്തിക്കടപ്പുറത്ത് ഞാൻ പാടും, എല്ലാരും പാടും, നമ്മളെല്ലാരും കൂടെ പാടിയിരിക്കും. ഒരു കൈഡി. അന്തിക്കടപ്പുറം.
അല്ലെങ്കിൽ any song? തക്കിളി നാക്കിളി മൂക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകടക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലത്തൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കും പറഞ്ഞ ചെണ്ടകളറി തരികട മേളമടിച്ചു മുഴക്കും ജാഗര വന്ന കടക്കുമടപ്പുറമാകത്തരികട ഹൃദയത്തെ ഞാനും കണ്ടേ ഞാനും കേട്ടേ അവനവൻ ഇന്ന് കലമ്പിയ നേരത്തെന്തകിനാവിലൊരമ്പിളി വെള്ളമിറങ്ങി ഒരുങ്ങിയിടം വിറങ്ങിയ തമ്പടി കൂടാനത്തിന് പാടം പാരത്തോണികൾ ഒഴുകി തുള്ളി ഉറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികട ഹൃദയത്തെ തുറകളിൽ ഇന്നൊരു തൊടുകുളി വേളത്തായം വകയുടെ ചമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടകളി തുടലുകളൊഴുകി അത്തിമരത്തിൻ കീഴെ തരകരപ്പോ സിക്കരി നല്ലത് പാടി തണ്ടട് വലകട് പറകട് പടപട് മൊഴികളിൽ അലിയുടെ തകലടി മുറങ്ങി തല്ലട് വലകട് പറകട് പടപട് മൊഴികളിൽ അലിയുടെ തകലടി മുറങ്ങി കലികളുടെ മൃതക്കൈ കാകളുടെ മൃതക്കൈ ഇരികളുടെ മൃതക്കൈ. ഇത്തരം ആഘോഷങ്ങളിൽ ഇതിനപ്പുറത്തൊരു പാട്ടില്ല. വെരി സോറി, അതുകൊണ്ട് പാടിപ്പോയതാണ്. ഇപ്പോഴും എവർലാസ്റ്റിംഗ് ആയിട്ട് ഭരതേട്ടനും ജോൺസേട്ടനും കൈതപ്പും ഒക്കെ എനിക്ക് തന്നിട്ട് പോയ പാട്ടാണ്. ഇവിടെ മുരളിച്ചേട്ടനെ ഓർക്കുന്നു. അങ്ങനെ ആസി പോരെ, ആസിയുടെ ഇഷ്ടമായിരുന്നു കേട്ടോ. അത് ആസിയാരോട് പറയുന്നത് അന്തിക്കിടപ്പുറത്ത് ചേട്ടാ, അന്തിക്കിടപ്പുറത്ത്. കോഴിക്കോടുകാർക്ക് ആഘോഷിക്കാൻ ഇത്ര എനർജി മിനിമം വേണമല്ലേ? എവിടെ യെസ്, താങ്ക് യു എവരിബഡി. അപ്പോ ഈ സമയത്ത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. ആണ് സോ അവൻ അലി കാല് കൊണ്ടാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത് എന്നുള്ള മറ്റൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. സോ ഏറ്റവും പ്രിയപ്പെട്ട അവനലിയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. ഒരു അസാധ്യ കൈഡി, ഒരു മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ കൈഡി കൊടുത്തുകൊണ്ട് അവനലിയെ നമുക്ക് വെൽക്കം ചെയ്യാം. ഈ സ്നേഹ സമ്മാനം ഒരു ഗംഭീര ചിത്രമാണ് സമ്മാനം കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ എല്ലാവിധ ബ്ലസ്സിങ്സും മോനെ, എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ് രേഖാചിത്രം. എൻറ്റയർ ക്രൂവിന്റെ എല്ലാവിധ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഒരു കൈഡി കൊടുത്ത് എല്ലാവരും ചേർന്നുണ്ട് ഒരുമിച്ച് അവനലിക്ക് വേണ്ടി. എവരിബഡി താങ്ക് യു. നൗ ലെറ്റ് മീ ഇൻവൈറ്റ് അക്ഷയ് ഓൺ സ്റ്റേജ്. അക്ഷയെ ഞാൻ ക്ഷണിക്കുന്ന കൂടെ തന്നെ അദ്നാനെ കൂടി ക്ഷണിക്കുകയാണ്. അക്ഷയ് ആൻഡ് അദ്നാൻ. സൽമാൻ കൂടി ഓടി വന്നോ, ആസിഫ് ഖാന്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട്. സൽമാൻ കൂടി ഓടി വന്നോ. ഓക്കെ, അപ്പൊ ഞാൻ അക്ഷയെയും അതുപോലെ തന്നെ അദ്നാനെയും കൂടി ക്ഷണിക്കുകയാണ്. ഈ സ്നേഹം കൈമാറുന്നതിന് വേണ്ടി, ഈ സ്നേഹം അങ്ങ് കൊടുക്കുന്നതിന് വേണ്ടി, നമ്മളുടെ പ്രിയപ്പെട്ട ആസിഫയ്ക്ക് വേണ്ടി. ഓൾറൈറ്റ്, ഒരു ഗംഭീര ചിത്രം ഈ സമ്മാനമാണ് പുള്ളിക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ ഈ പാട്ട് ഏത് സിനിമയിലാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാതോട് കാതോരം മൂവി. ആ മൂവിയിലെ ഒരു സീൻ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ രേഖാചിത്രം വരെ നമ്മൾ ഉണ്ടായിട്ടുള്ളത്. സോ നമ്മുടെ ചോദ്യത്തിന് റൈറ്റ് ഇടം എടുക്ക. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് റൈറ്റ് ആൻസർ ആയിട്ട് സൽമാൻ എത്തിയപ്പോ സൽമാൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ കൊടുത്താ പോരാ. ഗംഭീര കൈഡി എവരിബഡി. വളരെ പെട്ടെന്ന് യെസ്. ഇനി നമുക്ക് 50 കോടി സെലിബ്രേഷന്റെ ഭാഗമായിക്കൊണ്ടുള്ള കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ഒരു നറുക്കെടുപ്പിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ യെസ്, വി ആർ മൂവിങ് ഓൺ ടു ദി കേക്ക് കട്ടിംഗ് സെറമണി. നമ്മുടെ കേക്ക് എവിടെയാണ്? കേക്ക് ഒന്ന് പെട്ടെന്ന് എത്തിക്കുകയാണെങ്കിൽ കേക്ക് കട്ടിംഗ്. യെസ്, കേക്ക് കട്ടിംഗ് നമുക്ക് എനിക്കൊന്ന് ഈ നറുക്കെടുപ്പിന് ശേഷം കേക്ക് കട്ടിങ്ങിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നറുക്കെടുപ്പിലേക്ക് പോകാം അല്ലെ. 1 ഇയർ ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ഹൈലൈറ്റ് മോളിൽ വന്നിട്ട്. അതിന്റെ സക്സസ് കൂടി നമ്മൾ രേഖാചിത്രത്തിന്റെ കൂടെ അങ്ങ് ജോയിൻ ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 4 സമ്മാനങ്ങളാണ് എടുക്കാൻ പോകുന്നത്. ഭാഗ്യശാലികൾക്ക് 4 ഉഗ്രൻ സമ്മാനങ്ങളാണ്. ആ സമ്മാനങ്ങൾ നമ്മൾ ഓരോ നറുക്കെടുപ്പിന്റെ സമയത്ത് നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ 4ാമത്തെ സമ്മാനമാണ് എടുക്കാൻ പോകുന്നത്. സോ അത് 1 ഇയർ മൂവി ടിക്കറ്റ് ആണ് ലഭിക്കാൻ പോകുന്നത്. ഈ ഭാഗ്യശാലിനെയാണ് നമ്മൾ ആദ്യമായിട്ട് നറുക്കെടുക്കാൻ പോകുന്നത്. 1 ഇയറിലേക്കുള്ള മൂവി ടിക്കറ്റ്സ്. ഫലാക്സി സിനിമാസിൽ നിന്ന് ഫ്രീ ആയിട്ട് സിനിമ കാണാനുള്ള മൂവി ടിക്കറ്റ് ഒരാൾക്ക് കിട്ടാൻ പോവാണ്. 1 ഇയർ ഫ്രീ മൂവി ടിക്കറ്റ് നമ്മുടെ പ്രിയപ്പെട്ട ആസിഫിക്കാണ് എടുക്കാൻ പോകുന്നത്. 1 വർഷം ഫ്രീ. ഇവിടെ തന്നെ താമസിക്കായിരിക്കും നല്ലത് അല്ലേ? നമുക്ക് മനോജ് ചേട്ടനെ കൊണ്ട് എടുപ്പിക്കാം. എടുത്തോളൂ മനോജ് ചേട്ടാ, ഒരു കൈഡി. 1 ഇയറിനുള്ള മൂവി ടിക്കറ്റ്. 1 ഇയർ വരെ നമ്മുടെ പടം ഓർഡർ എന്നുള്ള അതിമോഹമുണ്ട്. ആ മോഹം വെച്ചുകൊണ്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ. എടോ 4 സൈഡ് ഉണ്ടോ ഇതിന്? ഈ ബോക്സിന് 4 സൈഡ് ഉണ്ട്.
ആ ഓൾറൈറ്റ്, അപ്പോ ഒരു വർഷത്തേക്ക് ഫ്രീ മൂവി ടിക്കറ്റ് ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലി ഇസബൽ ആണ്. ഇസബൽ ഉണ്ടോ? നമ്മുടെ ഡയറക്ടർ എവിടെയാണ്? ഡയറക്ടർ സാർ ഒന്ന് ഫ്രണ്ടിലേക്ക് വരൂ പ്ലീസ്, സ്റ്റെപ്പ് ഫോർവേഡ്. ആ, നമ്മുടെ ഡയറക്ടർ സാറാണ് എടുക്കാൻ പോകുന്നത്. ചാക്കോ ഒരു ഗംഭീര സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ. യെസ്, അപ്പോ അത് നബീൽ പി ആണ്. നബീൽ പി ടിവിയാണ്. ഒരു കലക്കൻ LED TV ഉണ്ട്. ആരാണ് പോകാൻ പോകുന്നത് ഇപ്പൊ അറിയാം. ഇനി ആരാണ് എടുക്കാൻ പോകുന്നത്? നിശാന്ത് സാഗർ. യെസ്, നമ്മുടെ പ്രിയപ്പെട്ട താരത്തെ ഞാനൊന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ഈ ഒരു സമയത്ത്. റൈറ്റ്, രണ്ടാമത്തെ സമ്മാനമായിട്ടുള്ള LED TV നേടുന്ന ഭാഗ്യശാലി. ഭാഗ്യശാലിയുടെ പേര് എന്താണ്? ഇലക്ട്രിക് സ്കൂട്ടർ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഏതറിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആസിഫിക്ക് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ഭാഗ്യശാലികൾ, നിങ്ങളൊക്കെ ഇതിനകത്ത് കൂപ്പൺസ് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. യെസ്, നമ്മുടെ ഭാഗ്യശാലിയുടെ പേര് മനോജ് കുമാർ. മനോജ് ഏട്ടാ, ഇനി എങ്ങാ മനോഹരമായിട്ടുള്ള ഒരു കേക്ക് ഇവിടെ റെഡിയാണ് ടു കട്ട്. അപ്പൊ ഈ കേക്ക്, ഈ മനോഹരമായിട്ടുള്ള കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ കളറാക്കാൻ പോവാണ്. രേഖാചിത്രം ബ്ലോക്ക്ബസ്റ്റർ സക്സസ് സെലിബ്രേഷൻ 50 crores club 50 കോടി. രേഖാചിത്രം അതിന്റെ സക്സസ് നമ്മൾ ഒരുമിച്ച് ആഘോഷമാക്കാൻ പോവാണ്. So guys, are you ready? So നമ്മുടെ പ്രിയപ്പെട്ട ആസിഫിനെയും മറ്റ് എല്ലാവരും ചേർന്നുകൊണ്ട് ഈ മനോഹരത്തെ രേഖാചിത്രം എന്ന് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, വിഷയാണ്. So guys, are you ready? നമുക്ക് കൗണ്ട് ചെയ്താലോ? Are you ready? കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്താലോ? Yes. ജോഫിൻ ചേട്ടൻ, ഓക്കെ. മനോജ് ചേട്ടൻ, നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്ത് നിൽക്കാം. എല്ലാവർക്കും ജോയിൻ ചെയ്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ സക്സസ്, ഈ 50 കോടി ക്ലബ്ബ്, രേഖാചിത്രം 50 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ച് വലിയ 2, 1. പലാക്സിയുടെ ടീം മെമ്പേഴ്സ്, അസിഫ്ക, ഇതാണ് നമ്മുടെ പലാക്സിയുടെ ടീം മെമ്പേഴ്സ്. സോ നമ്മുടെ മനോജ് കുമാർ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഈ സമയത്ത് ഒന്ന് സംസാരിക്കുകയാണ് പുള്ളിയായിട്ട്. ഹലോ മനോജ് കുമാർ, മിസ്റ്റർ മനോജ് കുമാർ, മിസ്റ്റർ മനോജ് കുമാർ, താങ്കൾക്ക് കേൾക്കാമോ? ഹലോ. അപ്പൊ ഇനി പലാക്സി സിനിമാസ് കണ്ടിട്ടാണ് പോകുന്നത് അല്ലെ? അപ്പോ ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ?
What about